നമുക്കിന്ന് മത്തങ്ങായും വേണ്ട ഈ കായും കൂടി ഇട്ടൊരു തോരൻ വെക്കാമേ. ഇതാണ് അതിൻ്റെ ബീജം. ഇത് കായ്. ഇതിന് കന്നഡയിലെ അവരേക്കായ എന്ന് പറയും. ഇപ്പം ഞങ്ങളുടെ അച്ഛനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇരുന്നുകൊണ്ട് അവരക്കാ പൊളിക്കുക. ഇതിന് തമിഴിൽ എന്തുവാപ്പാ പറയുന്നത്? എന്നാ சொல்லுவீங்கப்பா இதுக்கு? மொச்சக்காயா. இங்கே பாருங்க, எங்கள் அப்பா எனக்கு ஹெல்ப் பண்ணுறாங்க, காய் உரிச்சு தராங்க. രണ്ടുപേരും അവങ്ങൾക്ക് ரொம்ப പിടിക്കും ഇത്, ഒത്തിരി ഇഷ്ടം അച്ഛൻ ഇത്. അപ്പം ഞാൻ ഇന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് 2 സൈസുണ്ട് ഇതിൽ. ഇത് വന്ന് നാട്ടവരക്കായ എന്ന് പറയും ഇവിടെ കന്നഡയിൽ. ഇത് വന്നൊരുമാതിരി ഫാറം മാതിരി. ഇത് രണ്ടും കൂടാണ്. ഇതിന് നല്ല വിലയുണ്ട്. ഈ ചെറുതിനാണെങ്കിൽ 80 രൂപ കിലോ. ഇതിന് വന്ന് 50 രൂപ 60 രൂപയൊക്കെ വരും. സീസൺ ടൈമിൽ നമുക്ക് 40 രൂപയ്ക്ക്. ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചീനച്ചട്ടി വെച്ച് നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായ ഉടനെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് നമുക്ക് ഏറെ ഇട്ടാലും നല്ലതാണ്. ആ ഒരു ആവശ്യാനുസരണം ഇടാം. ഞാൻ എപ്പോഴും ഇപ്പോൾ കടലപ്പരിപ്പൊക്കെ ഇടുമ്പോൾ ഒരിച്ചിരി ഏറെ ഇടും. കടലപ്പരിപ്പെല്ലാം ഇവിടെ മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. എരിവിനാവശ്യമായ മുളക് ഞാൻ ഉണക്കമുളകാണ് ഇടുന്നത്, പച്ചമുളക് ഇടത്തില്ല. ഇപ്പോൾ പച്ചമുളക് വേണമെന്നുണ്ടവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂക്കട്ടെ. ഇത് മൂത്തിട്ടുണ്ട് ഇവിടെ. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണാണ്, 1 സ്പൂണ് ജീരകം. ജീരകം ഇട്ട് നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്താൽ അതൊന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനിയും ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മത്തങ്ങായ്ക്കോ ഈ അവരക്കായ എന്ന് പറയുന്ന സാധനത്തിനും എല്ലാം ഭയങ്കര ഗ്യാസുള്ള സംഗതിയാണ്. അത് കാരണം നമുക്ക് ഇച്ചിരി കായം കൂടെ ചേർത്ത് കൊടുക്കാം. കായം കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെറുതായി അരിഞ്ഞ് കൊച്ചുള്ളി വേണമെങ്കിൽ അത് ചേർക്കാം. സവാള വേണമെങ്കിൽ സവാള ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് എടുത്തേക്കുന്നത്. നമ്മൾ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മത്തങ്ങായി കൂടെ ചേരുന്ന അളവിന് ഞാനിപ്പം ഒന്ന് ഉപ്പിടുകയാണ്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നിന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അത്രയും മതിയെ. ഇതിനകത്തോട്ട് നമുക്ക് കഴുകി അരിഞ്ഞ് വെച്ച് നമ്മുടെ മത്തങ്ങ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി വെച്ച് ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ടല്ലോ, ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി മഞ്ഞ കളറാണ്, എന്നാലും ഒരു ശകലം ചേർക്കണം.
ഇനി നമുക്കൊരു ശകലം കൈവെള്ളം തളിച്ച്, വെള്ളം തളിക്കേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ തോടുള്ള കാരണം ഞങ്ങൾ അച്ഛന് കടിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഞാനൊരു ശകലം വെള്ളം ഒഴിച്ചു തന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ശകലം വെള്ളം. ശകലം വെള്ളം. അത്രയും മതി. നമുക്കിതിന് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. മത്തങ്ങ എല്ലാം നന്നായിട്ടിവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അവരക്കായ എന്ന് പറയും. അവരക്കായ ഇതാ ഞാൻ ഇത്രയും ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ട് കുക്കറിനകത്ത് വേവിച്ചെടുത്തതാണ്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് നമുക്കൊന്ന് 5 മിനിറ്റ് അടച്ച് വെച്ച് സിമ്മിൽ, കാരണം അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആകണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് സിമ്മിൽ വെക്കാം. സെപ്പറേറ്റ് വേവിച്ച് വെക്കുന്നതെന്ന് ചോദിച്ചാൽ അവരക്കായ്ക്ക് ഇച്ചിരി വേവുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വേവിച്ച് വെച്ചത്. ഇപ്പം നന്നായി രണ്ടും വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടെ വേണം. ശകല ഉപ്പും കൂടെ വേണം. ഒരു ശകല ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായി ഇളക്കാം. നമുക്കിതിനകത്തോട്ട് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ അവരവരുടെ ഇഷ്ടം, എത്ര വേണേലും ചേർക്കാം. തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഇച്ചിരിയുടെ ടേസ്റ്റ് കൂടും. ഇവിടെ ഞങ്ങളുടെ അച്ഛന് ഒത്തിരി തേങ്ങ എടുക്കുന്നൊന്നും ഇഷ്ടമാണ്. പുള്ളി പറയും കൊളസ്ട്രോൾ കൂടും. പഴയ മനുഷ്യരല്ലേ, ഇപ്പോൾ കൊളസ്ട്രോൾ കൂടും. ഇപ്പോൾ ആ തേങ്ങയൊക്കെ കുറയ്ക്കുക, എണ്ണയൊക്കെ കുറയ്ക്കുമെന്ന് പറയും. അങ്ങനെ നമ്മുടെ മത്തങ്ങ അവരേക്കായി കൂട്ടിവിടെ കൂട്ടുപൊരിയലെന്ന് പറയാം, കൂട്ടെന്ന് പറയാം, റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് വേണം. നമുക്ക് ഇതിനകത്തോട്ട് ശകലം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പം എല്ലാവരുടെയും വീടുകളിലൊന്നും മല്ലിയില കാണത്തില്ല. കണ്ടോ, ഇത് അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കണം. മത്തങ്ങയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ മത്തങ്ങ ഉണ്ടല്ലോ, എല്ലാവരുടെയും വീടുകളിൽ കാണും. നമ്മളിത് പ്രത്യേകിച്ച് ഇതിന് കയറി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മത്തങ്ങ നമ്മൾ ഇച്ചിരി കടയിൽ നിന്ന് മേടിച്ചിട്ടാൽ കുരു അങ്ങോട്ട് ഇട്ടാലും അതൊന്ന് വിളിച്ചു വരും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ മത്തങ്ങ അവരേക്കായി തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ അവരേക്കായി തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീണ്ടും വരുന്ന നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.